മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്നാണ് നടക്കുന്നത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു മരണം സംഭവിച്ചത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരത്ത് മൃതദേഹം എത്തിച്ചത്. തിരുവനന്തപുരം മുടവമുകളിലെ വീട്ടുവളപ്പിൽ വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം നടക്കുക. ഇന്നലെ ഉച്ചയോടെ എറണാകുളം എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. മൃതദേഹം എറണാകുളത്ത് നിന്ന് പുലർച്ചെയോടെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, നിരവധി ആളുകൾ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും അനുശ്രീ, ഇന്ന് രാവിലെ മുതലാണ് 6 മണിയോടെ തന്നെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ പൊതുദർശനം ആരംഭിച്ചു. മോഹൻലാൽ പഠിച്ച് കുട്ടിക്കാലം ചെലവഴിച്ച വീട്ടിലാണ് ഇപ്പോൾ അമ്മ ശാന്തകുമാരി അമ്മയുടെ മൃതദേഹം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. രാവിലെ 5 മണിയോടെ തന്നെ ഇവിടെ എറണാകുളത്ത് നിന്ന് മൃതദേഹം തിരുവനന്തപുരം പൂജപ്പുര മുടവൻമുകളിലെ വസതിയിലെത്തിച്ചു. മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അടക്കമുള്ള എല്ലാവരും ഇതിനോടൊപ്പം തന്നെ ഇവിടെയുണ്ട്. പൊതുദർശനം ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ സിനിമാ രംഗത്തെ വിദഗ്ധർ, വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, സിനിമാ നടന്മാരടക്കം എല്ലാവരും ഇവിടെ അതിരാവിലെ തന്നെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ എല്ലാം ഇന്നലെ തന്നെ എത്തിയിരുന്നു. മാത്രമല്ല, നടൻ സുരേഷ് കൃഷ്ണ, ജഗദീഷ്, നദിച്ചിപ്പി അതുപോലുള്ള എല്ലാവരും രാവിലെ തന്നെ എത്തി തുടങ്ങിയിരിക്കുന്നു. ശങ്കർ രാമകൃഷ്ണൻ, നടൻ ജഗദീഷ് ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ തന്നെ വെളുപ്പിന് 5 മണി മുതൽ തന്നെ ഇവിടെയുണ്ട്. അതുപോലെ പ്രൊഡ്യൂസർ രഞ്ജിത്ത് രാവിലെ ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ സമൂഹ രംഗത്തെ ആളുകളും, ഫാൻസ് അസോസിയേഷൻസ് അടക്കം എല്ലാവരും രാവിലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. ചുറ്റും വീടിന് ചുറ്റും ഫ്ലക്സുകളുമെല്ലാം വെച്ച് അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലക്സുകൾ അടക്കം വെച്ച് ഇവിടെ ഈ ഒരു സമയത്ത് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. ലാലേട്ടൻ അമ്മയുടെ തൊട്ടരികിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഇന്ന് വൈകുന്നേരം 4 മണിക്ക്, അതായത് ഈ അമ്മയുടെ ഭർത്താവായിട്ടുള്ള വിശ്വനാഥൻ നായരും മകൻ പ്യാരേലാലും ഉറങ്ങുന്ന അതേ മണ്ണിൽ ഈ അമ്മയും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഇവിടെ അലിഞ്ഞു ചേരും. മോഹൻലാലും അമ്മയുമായി കുട്ടിക്കാലം ചെലവഴിച്ച സ്ഥലമാണ്. മോഹൻലാൽ ഇവിടെ തിരുവനന്തപുരം തൈക്കാട് മോഡൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഇവിടെ ഈ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. അച്ഛൻ ലോ സെക്രട്ടറി ആയിരുന്നു, തിരുവനന്തപുരത്ത് ലോ സെക്രട്ടറി ആയിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ജോലി കിട്ടിയ സമയത്ത് മോഹൻലാലിൻ്റെ പഠനവും സിനിമാ ജീവിതവും കണക്കിലെടുത്തുകൊണ്ട് ആ ജോലി വേണ്ടെന്ന് വെച്ച് ഇവിടെ നിന്നു. അങ്ങനെ മോഹൻലാലിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ തണലായി നിന്ന കുടുംബമായിരുന്നു. ആ കുടുംബത്തിലെ അവസാന കണ്ണുകൂടി മോഹൻലാലിന് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. പുതുവർഷം പിറക്കുമ്പോൾ അമ്മ കൂടെ ഇല്ല എന്നുള്ളൊരു ദുഃഖം കൂടി മോഹൻലാലിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ 10 വർഷമായി അമ്മ ചികിത്സയെ തുടർന്ന് ചികിത്സയിലായിരുന്നു, രോഗാതുരായിരുന്നു, പക്ഷാഘാതം ആയി. അങ്ങനെ 10 വർഷത്തോളം കൊച്ചിയിലെ വീട്ടിലായിരുന്നു താമസം. അതിനുശേഷം കഴിഞ്ഞ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയ സമയത്ത് പോലും മോഹൻലാൽ താൻ സന്തോഷം പങ്കുവച്ചത്, തനിക്ക് ഈ ഏറ്റവും വലിയ പുരസ്കാരം കിട്ടുന്ന സമയത്ത് അത് തൻ്റെ അമ്മയ്ക്കൊപ്പം ആ സന്തോഷം പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമെന്നായിരുന്നു അന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല, അമ്മ ഇപ്പോൾ സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. പക്ഷേ അമ്മയുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മയുമായി കമ്മ്യൂണിക്കേഷൻസ്, ആശയവിനിമയം നടത്തുന്നത് കണ്ണുകളിലൂടെയാണ്. അത് തനിക്ക് മനസ്സിലാകുമെന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അങ്ങനെ ഏറ്റവും അടുപ്പമുള്ള മോഹൻലാലിൻ്റെ അമ്മ, സഹോദരനും അച്ഛനും പിന്നാലെ ഇപ്പോൾ അമ്മയും പോയിരിക്കുന്നു, മോഹൻലാലിനെ വിട്ടു പോയിരിക്കുന്നു എന്നുള്ളത് ഈ പുതുവർഷ ദിനത്തിൽ മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 14 വർഷമായി രോഗാതുരയായി വീട്ടിലാണെങ്കിൽ പോലും മോഹൻലാലിൻ്റെ എല്ലാ കാര്യങ്ങളിലും മോഹൻലാലിന് ഒരു ബലമായി പിന്താങ്ങായി നിന്നിരുന്ന അമ്മയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. പക്ഷാഘാതം ആയി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ പിറന്നാൾ, 89ാം പിറന്നാൾ വലിയ ആഘോഷത്തോടെ വീട്ടിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളോടെ നടത്തിയിരുന്നു ഇത്തവണ. എന്നാൽ അടുത്ത
പിറന്നാളിന് മോഹൻലാലിൻ്റെ അമ്മ കൂടെയില്ല എന്നുള്ളത് മോഹൻലാലിനെ സംബന്ധിച്ച് അതീവ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇന്ന് രാവിലെ 6 മണി മുതൽ തിരുവനന്തപുരത്തെ മുടൻമുകളിലെ വീട്ടിൽ പൊതുദർശനം ആരംഭിച്ചു കഴിഞ്ഞു. വൈകുന്നേരം 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം എത്തിത്തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല മോഹൻലാലിൻ്റെ കുഞ്ഞിലെ കുടുംബമായി ഉപയോഗിച്ചിരുന്ന കാറടക്കം ഈ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പഴയ വീടും പരിസരവും എല്ലാം മോഹൻലാൽ വീണ്ടും എത്തുമ്പോൾ അമ്മയുടെ ചേതനേറ്റ ശരീരം കൊണ്ടാണ് ഇവിടെ എത്തേണ്ടി വരുന്നത് എന്നുള്ളത് മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അനുശ്രീ, അഭിലാഷ്, കാലങ്ങളായി ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ആ വീട്ടിലേക്ക് പോകാൻ അമ്മയൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇപ്പോഴിതാ അവസാനമായി അന്ത്യവിശ്രമം കൊള്ളാൻ ജ്യേഷ്ഠൻ്റെയും ഭർത്താവിൻ്റെയും ഒപ്പം അന്ത്യുറങ്ങാൻ അമ്മ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു. എത്ര മണിയോടെയായിരിക്കും സംസ്കാരം ഉണ്ടാവുക? സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? പൊതുദർശനം അത് എത്ര മണി വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? അത്തരത്തിലെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഏതാണ്ട് 4 മണിവരെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 4 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഈ മോഹൻലാലിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വീടിൻ്റെ പുറകുവശത്താണ് സംസ്കാരത്തിനുള്ള സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ആണ് അച്ഛൻ വിശ്വനാഥ് നായരും സഹോദരൻ പ്യാരേലാലിൻ്റെയും ശവസംസ്കാരം നടന്നത്. അതേ മണ്ണിൽ തന്നെ അമ്മയ്ക്കും ചിതയൊരുക്കുകയാണ് മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം മോഹൻലാൽ പറയാറുണ്ട്, തൻ്റെ സിനിമാ സെറ്റുകളിൽ അമ്മ വിരുന്നിന് വരുമ്പോൾ തനിക്കുണ്ടായിരുന്ന ഒരു പ്രചോദനം എന്നത് വളരെ വലുതായിരുന്നു. തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ മോഹൻലാലിൻ്റെ മോഹൻലാലിനെ കാണാനെത്തിയതും അവിടെ അമ്മയെ കണ്ടതിന് ശേഷം താൻ അഭിനയിക്കാൻ ഇറങ്ങുമ്പോൾ അത് അത്രയും വലിയ രീതിയിൽ തനിക്ക് വളരെ ഊർജ്ജസ്വലമായി അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മാത്രമല്ല, മോഹൻലാൽ ഒരു വില്ലനായി അഭിനയിക്കുന്നത് കാണാൻ താല്പര്യമില്ല. മോഹൻലാൽ മറ്റുള്ളവരുടെ സിനിമയിലാണെങ്കിൽ പോലും തല്ല് വാങ്ങുന്നത് പോലും കാണാൻ ഇഷ്ടമില്ലാത്ത ഒരു അമ്മയാണ് ഈ അമ്മ. അങ്ങനെ പക്ഷേ ഇപ്പോൾ 90-ാം വയസ്സിൽ അനിവാര്യമായ ഒരു മടക്കയാത്ര പറഞ്ഞിരിക്കുകയാണ് ശാന്തകുമാരി അമ്മ. അത് മോഹൻലാലിനെ സംബന്ധിച്ച് ഇപ്പോൾ മൃതദേഹത്തിന് തൊട്ടരികിൽ തന്നെ മോഹൻലാൽ ഉണ്ട്. മോഹൻലാൽ മാത്രമല്ല, മോഹൻലാലിനൊപ്പമുള്ള ആന്റണി പെരുമ്പാവൂരും സംഘവും എല്ലാം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അത് രാവിലെ 6 മണി മുതൽ തിരുവനന്തപുരത്തെ മുടവൻമുകളിലെ വീട്ടിൽ പൊതുദർശനം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ഇവിടെ ചുറ്റും കാണാം, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഒരുപാട് പേർ അത് രാവിലെ തന്നെ എത്തിയിരിക്കുകയാണ്. അത് തിരക്ക് നിയന്ത്രിക്കാനുള്ള വലിയ ഒരു സന്നാഹങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസുകാരടക്കം നിരവധി പോലീസുകാരെ ഇവിടെ ഇപ്പോൾ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി വാഹനങ്ങൾ എത്തുന്നു. അവർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കാനുള്ള വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് മരണപ്പെട്ടിരിക്കുന്നത് നടൻ മോഹൻലാലിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആളുകൾ ഇവിടെ എത്താനുള്ള ഒരു സാധ്യത നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു. ഇന്നലെ മമ്മൂട്ടി അടക്കമുള്ള പ്രമുഖ നടന്മാർ എറണാകുളത്തെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട നടന്മാരെല്ലാം ഇന്ന് ഇവിടെ എത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. തിരുവനന്തപുരം പൂജപ്പുരയിലെ മുടവൻമുകളിലെ വീട്ടിലാണ് ഇപ്പോൾ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വലിയ രീതിയിലുള്ള തിരക്കാണ് ഇത് അനുഭവപ്പെടുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം ജനിച്ച് പഠിച്ച് വളർന്ന പഠനകാലത്ത് ജീവിച്ചിരുന്ന വീട്, തൻ്റെ കുടുംബ വീട് ആയിട്ട് കണക്കാക്കുന്ന വീട്, ഇവിടെ ഇപ്പോൾ ചേതനേറ്റ അമ്മയുടെ ശരീരവുമായി എത്താൻ ഇപ്പോൾ പുതുവത്സര ദിനത്തിൽ 2025 അവസാന ദിവസത്തിൽ മോഹൻലാലിന് വന്നിരിക്കുന്നത്. അത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വരും മണിക്കൂറുകളിൽ ഇവിടെ ഇപ്പോൾ ഒരുപാട് പേർ എത്തിച്ചേരുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഇപ്പോൾ വൈകുന്നേരം 4 മണിയോടുകൂടി ഇവിടെ വീട്ടിൻ്റെ പിന്നാമ്പുറത്തെ വീട്ടിൻ്റെ പുറകിലെ സ്ഥലത്ത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശവസംസ്കാര ചടങ്ങുകൾക്കായിട്ടുള്ള സ്ഥലം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ശാന്തകുമാരി അമ്മയുടെ മൃതദേഹം സംസ്കരിക്കും. അനുശ്രീ, അമ്മ രോഗിയായ ശേഷം അനാഥമായ വീടെന്ന് മോഹൻലാൽ പലപ്പോഴും പറഞ്ഞിരുന്ന മുടവൻമുകളിലെ ആ വീട്ടിലേക്ക് മോഹൻലാലിൻ്റെ അമ്മ തിരിച്ചെത്തിയിരിക്കുകയാണ്. സഹോദരൻ പ്യാരിലാലും അച്ഛനും അന്ത്യനിദ്ര കൊള്ളുന്ന ആ വീട്ടുവളപ്പിലാകും അമ്മയും അന്ത്യവിശ്രമം കൊള്ളുക. അമ്മയുടെ മൃതശരീരം വൈകിട്ട് 4 മണിക്കായിരിക്കും സംസ്കരിക്കുക. ലാലിൻ്റെ 3-ാം വയസ്സിൽ ആണ് അവിടുത്തെ ആ വീട് നിർമ്മിക്കുന്നത്. അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന, അമ്മ അത്രയധികം സ്നേഹിച്ചിരുന്ന ഒരു വീട് കൂടിയായിരുന്നു അത്. എത്ര നിർബന്ധിച്ചാലും ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനോ ഒന്നും
മോഹൻലാലിൻ്റെ അമ്മ കൂട്ടാക്കിയിരുന്നില്ല. ആ വീട്ടിലേക്ക് അവസാനമായി എത്തിയിരിക്കുകയാണ് മോഹൻലാലിൻ്റെ അമ്മ. അഭിലാഷ് രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. അഭിലാഷ്, ഇനി മോഹൻലാലിനെ ലാലു എന്ന് വിളിക്കാൻ ഒരാളില്ല അല്ലേ? അനുശ്രീ, തീർച്ചയായിട്ടും കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊരു മക്കൾക്കും അമ്മ എന്ന് പറയുന്നത് ഒരു വലിയ വികാരം തന്നെയാണ്. അങ്ങനെ മോഹൻലാലിൻ്റെ അച്ഛനും സഹോദരനും പോയതിനു ശേഷം തനിക്ക് ഉണ്ടായിരുന്ന ഏക ആശ്രയം അമ്മയും ഇപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ച് വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. ഏതൊരു മകനും കഴിഞ്ഞ 14 വർഷമായി അമ്മ കിടക്കയിലാണെങ്കിൽ പോലും എല്ലാ കഴിയുന്ന ദിവസങ്ങളെല്ലാം വീട്ടിൽ പോവുകയും സന്തോഷമായി സംസാരിക്കുകയും കഴിഞ്ഞ 10 വർഷമായി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകിയത് കൊണ്ട് തന്നെ അമ്മയോട് കാര്യങ്ങൾ പറയുമ്പോൾ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് അമ്മയുടെ മറുപടി മനസ്സിലാക്കി മോഹൻലാൽ പ്രതികരിച്ചിരുന്നുവെന്ന് മോഹൻലാൽ തന്നെ ഒരു കാലത്ത് പറഞ്ഞിരുന്നു. അമ്മയുടെ കണ്ണുകൾ, അമ്മയുടെ ചലനം, അമ്മയുടെ സ്പർശനം, താൻ പറയുന്നത് കേൾക്കുമ്പോൾ അമ്മ തലകുലുക്കുന്നതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ആശയവിനിമയം നടത്തിയിരുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും അത്യാധുനികമായ ചികിത്സയാണ് അമ്മയ്ക്ക് മോഹൻലാൽ നൽകിയിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി, രോഗാവസ്ഥയിലായിരുന്നെങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അമ്മയുടെ മരണം മോഹൻലാലിനെ തേടിയെത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ എത്രയോ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന സമയത്ത് പോലും അമ്മയ്ക്കരികിലെത്തി അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അപ്പോഴും തൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിൽ അതിൻ്റെ സന്തോഷം അമ്മയുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. മാത്രമല്ല അമ്മയുടെ പിറന്നാൾ ആഘോഷവും എല്ലാം വളരെ സന്തോഷത്തോടെ വലിയ രീതിയിൽ ആഘോഷമാക്കി നടത്തിയ ഒരു ദിവസങ്ങളാണ് കഴിഞ്ഞു പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ദുഃഖകരമായ വാർത്തയും തേടിയെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഉച്ചയോടെയാണ് എറണാകുളത്തെ വസതിയിൽ വെച്ച് ശാന്തകുമാരി അമ്മ അന്തരിച്ചത്. 90 വയസ്സായിരുന്നു. കഴിഞ്ഞ 14 വർഷമായി പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട് രോഗവുമായി ബന്ധപ്പെട്ട് കിടക്കയിലായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ചികിത്സകൾ നടന്നു വരുന്നൊരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ ഈ മോഹൻലാലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന എല്ലാ നല്ല സംഭവങ്ങളിലും കാണാനോ അല്ലെങ്കിൽ അത് അറിയാനോ അമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. അമ്മയെ സംബന്ധിച്ച് മകനെ ലഭിച്ച ഏറ്റവും വലിയ അവാർഡ് ലഭിച്ചപ്പോഴും, ഇന്ത്യയിലെ ഒരു നടന് ലഭിക്കുന്ന ഏറ്റവും വലിയ അവാർഡ് ലഭിച്ചപ്പോഴും ആ സന്തോഷം അറിയാനും അതിൽ മകനെ ഒന്ന് കണ്ണുകൊണ്ട് നോക്കിയിട്ടാണെങ്കിലും മകനോട് ആ സ്നേഹം പങ്കിടാനും അമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസമാണ്. എന്നാൽ ഇനി 2026 കയറുമ്പോൾ അമ്മയ്ക്കൊപ്പം ആ മകനില്ല എന്നുള്ളത് മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അനുശ്രീ. കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് മോഹൻലാലിൻ്റെ ഈ 5 പതിറ്റാണ്ടെത്തുന്ന സിനിമാ ജീവിതത്തിൽ ഒപ്പമുണ്ടായിരുന്ന, താങ്ങും തണലുമായി നിന്ന, സ്കൂൾ കാലം കഴിഞ്ഞ് അഭിനയത്തിലേക്ക് കടക്കുമ്പോൾ പോലും ഒപ്പമുണ്ടായിരുന്ന, എല്ലാ പിന്തുണയും നൽകിയിരുന്ന അമ്മയാണ് ഇന്ന് മോഹൻലാലിനെ ഇവിടെ പറഞ്ഞ് ഇരിക്കുന്നത്. അവർ ഏറ്റവും അനുശ്രീ നേരത്തെ പറഞ്ഞതുപോലെ ആ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്ടിൽ ഇപ്പോൾ ചേതനയേറ്റ് തിരികെ എത്തിയിരിക്കുന്നു. മോഹൻലാലിന് 3 വയസ്സുള്ളപ്പോഴാണ് ഈ വീട്, തിരുവനന്തപുരം പൂജപ്പുരയിൽ ഈ വീട് നിർമ്മിക്കുന്നത്. ഇവിടെ ആണ് മോഹൻലാലിന്റെ അമ്മയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിയോടെ നടക്കും എന്നുള്ള വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു അമ്മയുടെ മരണം സംഭവിക്കുന്നത്. അതിനുശേഷം പൊതുദർശനത്തിന് ശേഷം ഇന്നലെ രാത്രിയോടെയായിരുന്നു മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ നിരവധി ആളുകളാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.